ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓട്ടോ ആൻഡ് ട്രാവൽ ക്ലബ്. അപ്പോൾ നമ്മളിപ്പോൾ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ XUV 3XO എന്ന് പറയുന്ന വാഹനമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതിൽ MX3 Pro എന്ന് പറയുന്ന വാഹനമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ബ്രാൻഡ് നെയിമിംഗ് ആയിട്ട് 3XO എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാഹനമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അതിന് ഓൾറെഡി 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളൊരു വാഹനമാണ്. ഗ്ലോബൽ എൻക്യാമിൻ്റെ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയൊരു വാഹനമാണ്. അത് ഇപ്പോൾ അടിമുടി മാറ്റങ്ങളോടെ ഫുൾ ഫ്രണ്ടും സൈഡും റിയർ സൈഡ് ഇൻറ്റീരിയറൊക്കെ കംപ്ലീറ്റ് മാറ്റങ്ങളിലൂടെ വന്നൊരു വാഹനമാണ്. നമുക്ക് വാഹനത്തിൻ്റെ കൂടുതൽ വിഷയങ്ങൾ പോകാം. മികച്ച ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, മികച്ച സേഫ്റ്റി, നല്ല ടെക്നോളജി, മികച്ച സ്പേസ്, ടേൺ ഓൺ ഡിസൈൻ, ഇതൊക്കെയാണ് പുതിയ 3XOയിൽ വന്ന മാറ്റങ്ങൾ എന്ന് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൻ്റെ ഹെഡ് ലാമ്പിലേക്ക് വരുന്ന ടൈമിന് LED സിഗ്നേച്ചർ ലാമ്പ് വിത്ത് ടേൺ ഇൻഡിക്കേറ്ററാണ് വരുന്നത്. ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പും അതേപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും അതിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഹെഡ് ലാമ്പിലേക്ക് വരുന്ന ടൈമിന് പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. അതിൽ നമുക്ക് LED ആണ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നത്. അത് ബൈ ഫങ്ഷണലാണ്. ഡിമ്മും ബ്രൈറ്റും നമുക്ക് അതിൽ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ LED മാറിയിട്ട് ഹാലജൻ ആയിരിക്കും അതിലുണ്ടാവുക. പിന്നെ നമുക്കിവിടെ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു ഡിസൈൻ എലിമെൻറ്റ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ ആ ഗ്രിൽ സെക്ഷനിലേക്ക് വരുന്ന ടൈമിന് മഹീന്ദ്രയുടെ ലോഗോ നടുലുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. പിന്നെ അതിന് കുറച്ച് ലൈൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ബേസ് മുതൽ ഈ ഒരു ഫ്രണ്ട് ലുക്ക് തന്നെയായിരിക്കും നമ്മളെ വാഹനത്തിന് ലഭിക്കുക. പിന്നെ താഴത്തായിട്ട് എയർ ഡാം ഏരിയയും അതിന് താഴെയായിട്ടൊരു സിൽവർ സ്കിഡ് പ്ലേറ്റും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ബോണറ്റിലേക്ക് വരുമ്പോൾ സ്പോർട്ടി ലൈൻസായിട്ട് അവിടെ ഇവിടേക്ക് ആ ഒരു എയറോഡൈനാമിക് ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കർവായിട്ട് കയറിപ്പോകുന്ന രീതിയിലാണ് സൈഡ് പ്രൊഫൈലുള്ളത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന ടൈമിന് 2600 വീൽ ബേസാണ് വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നർ സ്പേസ് വളരെ കൂടുതലാണ്. ബേസ് വേരിയൻറ്റ് മുതൽ എല്ലാ വാഹനത്തിലും നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ORVMൻ്റെ മേലെ ഉണ്ടായിരിക്കും. അത് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. പിന്നെ എ പില്ലറും അതേപോലെ തന്നെ B പില്ലറും C പില്ലറൊക്കെ നമുക്ക് ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ഡോർ ഹാൻഡിൽസൊക്കെ ബോഡി കളേർഡാണ് വരുന്നത്. പിന്നെ MX3 Proയിൽ വരുന്ന ഈ ഒരു വീലിൻ്റെ പേര് വെക്ടർ വീൽസ് എന്നാണ്. നമുക്ക് കാണുമ്പോൾ അതൊരു അലോയ് വീല് പോലെ തോന്നിക്കുമെങ്കിലും ഇതൊരു അലോയ് വീലല്ല. പക്ഷേ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ട് ആ ഒരു ബോഡി പ്രൊഫൈൽ നമുക്ക് മനോഹരമായിട്ട് കൊണ്ടുവരാനാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. 16 ഇഞ്ചിൻ്റെ വെക്ടർ വീൽസാണ്. അത് 4 നമുക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. MX3 Proയിൽ നമുക്ക് റിയർ സൈഡിലുള്ള ആ ഒരു ടെയിൽ ലാമ്പ് കണക്റ്റഡ് LED ടെയിൽ ലാമ്പ്സ് ആയിരിക്കും. അതായത് ഈ ഒരു ടെയിൽ ലാമ്പ് ഇതുപോലെ തന്നെ കണക്റ്റഡ് ആയിട്ട് നമുക്ക് അവിടെ ഉണ്ടാകും. ഇതിൻ്റെ തൊട്ട് താഴെ വരുന്ന ടൈമിന് നമുക്ക് കണക്റ്റഡ് LED ടെയിൽ ലാമ്പ് ആയിരിക്കില്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു പോർഷൻ അവിടെ ഉണ്ടാവും. ആ ഒരു സൈഡ് ഭാഗത്തുള്ള ആ ഒരു ടെയിൽ ലാമ്പ് സെക്ഷനാണ്. അത് LED തന്നെയായിരിക്കും വരിക. ഇനിയിപ്പോൾ നടുവിലേക്ക് പോകുന്ന ടൈമിന് ഇവിടെ XUV 3XO എന്നുള്ള ആ ഒരു നെയിമിങ് നൽകിയിട്ടുണ്ട്. ആ ഒരു ലോഗോ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ റിയർ സൈഡിൽ വരുമ്പോൾ ഇവിടെ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. നമുക്കിവിടെ ഡിഫോഗർ അവൈലബിൾ അല്ല ഈ ഒരു വേരിയൻറ്റിൽ. പിന്നെ ഒരു ആൻറ്റിന ഉണ്ട്. ഷാർക്കിൻ ആൻറ്റിന അല്ല, നോർമൽ ആൻറ്റിനയാണ്. പിന്നെ റിയർ സൈഡിൽ ഏറ്റവും പിറകുവശത്ത് വലിയൊരു ബോഡി ക്ലാഡിങ്ങിൻ്റെ ഭാഗമാണ്. താഴെ സ്കിഡ് പ്ലേറ്റ് ഉണ്ട്. ആ ഒരു റിഫ്ലക്ടറും ഭാഗമൊക്കെ ഒരു പാറ്റേൺ, ഒരു നല്ലൊരു സ്പോർട്ടി ലുക്ക് നൽകുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബൂട്ട് സ്പേസ് നോക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു താഴത്തായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഹൈഡ്രോളിക് ആയിട്ട് ഓപ്പൺ ആയിക്കോളും. നല്ല മികച്ച സ്പേസ് ഇട്ട് നമുക്കൊരു 4-5 ക്യാരി ബാഗ്സ് അഫോർഡ് ചെയ്യാനുള്ള രീതിയിലുള്ള മികച്ച സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് നമുക്കൊരു ഹുക്ക് വരുന്നുണ്ട്. ഇവിടേക്ക് ഹുക്ക് വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ക്യാരി ചെയ്യാനുള്ള ആ ഒരു രീതിയിലാണ്. ഇനി ഇവിടെ നമുക്കിത് ക്ലോസ് ചെയ്യാനുള്ള ഭാഗമാണ്. ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം കൺട്രോളും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ നമുക്ക് മോഡ് സെലക്ഷനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഓൺ ഓഫ്, അതേപോലെ തന്നെ വോയിസ് കമാൻഡിങ്ങിൻ്റെ സ്വിച്ചസും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ടൈമിന് നമുക്കിവിടെ ട്രാക്ഷൻ ഓൺ ഓഫ് ഉണ്ട്. അതേപോലെ തന്നെ മൈക്രോ ഹൈബ്രിഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് AC വെൻസിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും ഒരു അലൂമിനിയം ഫിനിഷും കൂടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അതേപോലെ തന്നെ അതിലൊരു ഡിസൈൻ എലിമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്ലൗ ബോക്സ്, വിശാലമായ ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. നല്ല ഇന്നർ സ്പേസ് ലഭിക്കും. ഇനിയുള്ളത് ഈ ഒരു നമ്മൾ ആ ഒരു ടച്ച് സ്ക്രീൻ കാര്യങ്ങളാണ്. 10.25 HD ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്കൊരു
ഫുൾ ഡിസ്പ്ലേ നല്ല HD സ്ക്രീനും കാര്യങ്ങളാണ്. മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ അറ്റാച്ച്ഡ് ആണ്. ഇത് നമുക്ക് മ്യൂസിക്കിൻ്റെ സൗണ്ട് ഓൺ കൂട്ടാനും കുറയ്ക്കാനുള്ള ഭാഗമാണ്. ഇത് ഓഫ് ബട്ടനാണ്. ഇതൊക്കെ നമുക്ക് ടച്ചിലല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഇതിലേക്ക് സ്ക്രീനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഹോമിലേക്കെല്ലാം എളുപ്പത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു AC വെൻസിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. പക്ഷേ ഇതിന് ചുറ്റുമൊക്കെ ഒരു നല്ലൊരു മനോഹരമായിട്ട് ഉള്ളൊരു അലൂമിനിയം ഫിനിഷിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലേക്ക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗ് വരുന്നുണ്ട്. അതിൽ നമുക്ക് എയർ ബാഗ് വേണമെങ്കിൽ ഈ ഒരു കോ ഡ്രൈവർ എയർ ബാഗ് ഓൺ ഓഫിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഹസാർഡ് ലാമ്പിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഇവിടെ സെറ്റ് ട്രിപ്പ് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഈ ഒരു നമ്മളെ മുന്നിലുള്ള ഈ ഒരു സ്ക്രീന്, അതായത് DIS ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റം, അത് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. XUV3XO എന്ന് പറയുന്ന വാഹനത്തിൽ ബേസ് വേരിയൻ്റ് മുതൽ നമുക്ക് സ്റ്റിയറിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. അതായത് സ്റ്റിയറിംഗ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടണും ഇവിടെയാണ് വരുന്നത്. ഇത് പ്രസ് ചെയ്യുന്ന ടൈമിന് നമ്മൾ ഈ ഒരു സ്ക്രീനിൽ നോർമലിന് കാണാം. നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്യുന്ന ടൈമിന് സ്പോർട്ട്, പിന്നെ കംഫർട്ട്, നോർമൽ, സ്പോർട്ട്, അങ്ങനെയുള്ള 3 സ്റ്റിയറിംഗ് മോഡ്സാണ് വരുന്നത്. ഈ സ്റ്റിയറിംഗ് മോഡിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓരോ രീതിയിൽ, അതിപ്പോൾ നമ്മൾ പോക്കറ്റ് റോഡിൽ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് മോഡ് ഇപ്പോൾ കംഫർട്ടിലാണ് വെച്ചതെങ്കിൽ ഈ സ്റ്റിയറിംഗ് ഭയങ്കര ലൂസായിരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വളച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇനിയിപ്പം കുറച്ചുകൂടെ റോഡ് മാറി കുറച്ചുകൂടെ ലോങ് റോഡാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നോർമലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി ടൈറ്റ് ആവും. അപ്പോൾ കുറച്ചുകൂടെ വണ്ടീൻ്റെ സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനായി മാറും. ഇനി നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് ഇടുന്ന ടൈമിന്, ഹൈവേയിലൊക്കെയാണ് സ്പോർട്സ് മോഡ് മെയിനായിട്ട്, അപ്പോൾ സ്റ്റിയറിങ് നല്ല ടൈറ്റ് ആവും. അപ്പോൾ നമ്മൾ ലോങ്ങിൽ ഡ്രൈവ് ചെയ്യുന്ന ടൈമിന് സ്റ്റിയറിങ് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും. നമുക്ക് നല്ല രീതിയിൽ വണ്ടീനെ കൺട്രോൾ ചെയ്ത് ഓടിച്ചു പോകാൻ സാധിക്കും. ഹോണിലേക്ക് വരുന്ന ടൈമിന് ഈ ഒരു ടൈപ്പ് ഹോണാണ്. മുൻപ് ഉള്ളൊരു ഹോണിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് XUV300 എന്ന് പറയുന്ന വാഹനത്തിൽ വന്ന ഹോണല്ല, ഇത് ഈ ഒരു വാഹനത്തിലേക്ക് വന്ന ടൈമിനുള്ളത്. ഇനിയിപ്പോൾ AC സെക്ഷനിലേക്ക് പോകുന്ന ടൈമിന് AC ഒരു ടെമ്പറേച്ചറിൻ്റെ കൂളിങ്ങിൻ്റെ ഒരു അളവ് കാണിക്കുന്നൊരു, അത് ഇവിടെ ആ ഒരു കൂളിങ്ങും അത് വാമിങ്ങിൻ്റെ ആ ഒരു ഭാഗമാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മൾ അതിൻ്റെ ബ്ലോവറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റിംഗ് ആണ്. AC ഓഫാണ്, ഓൺ ഓഫിൻ്റെ ബട്ടനാണ്. പിന്നെ നമുക്ക് ACൻ്റെ ഏത് ഓപ്ഷനിൽ വേണമെന്നുള്ള മാക്സിമം AC അങ്ങനെയുള്ള ഓപ്ഷനും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇനിയുള്ള ഈ ഒരു വേരിയൻ്റിലും ഒരു മെയിൻ ഫീച്ചറാണ്, ഇതിൽ നമുക്ക് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഫോൺ നമുക്ക് വയർലെസ് ചാർജിങ് ആണ് വരുന്നത്. അതൊരു മികച്ച കാര്യമാണ്. ഇനിയിപ്പോൾ ഗിയർ നോബിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും നേരത്തെ കണ്ട പോലെയുള്ള അലൂമിനിയം ഫിനിഷ് ഡിസൈൻ ഇതിന് ചുറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1.2 ലിറ്റർ പെട്രോൾ മാനുവൽ 6 സ്പീഡ് മാനുവലിൻ്റെ വാഹനമാണ്. അതിൻ്റെ ആ ഒരു ഭാഗങ്ങളാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇവിടെയൊക്കെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. നമ്മളെ ഹാൻഡ് ബ്രേക്ക് സെക്ഷനും ഇവിടെ 2 കപ്പ് ഹോൾഡർ, പിന്നെ ഇവിടെയായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വേരിയൻറ്റും നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്. അതിൽ സ്റ്റോറേജ് സ്പേസും ലഭിക്കും. ഇനിയിപ്പോൾ സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു നല്ല കുഷ്യനോട് കൂടിയിട്ടുള്ള സീറ്റാണ്. അതിൽ നമുക്ക് നല്ല തൈ സപ്പോർട്ടും അതേപോലെ തന്നെ ഷോൾഡർ സപ്പോർട്ടും ഹെഡ് സപ്പോർട്ടൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ല കുഷ്യനോട് കൂടിയുള്ള സീറ്റും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു പോക്കറ്റ് ഉണ്ട്. ഡോറിൻ്റെ ഓപ്പണിംഗ് സെക്ഷനാണ്. ഒരു 6 സ്പീക്കർ സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. ആ ഒരു ഭാഗങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ ഒരു ഡുവൽ ടോൺ ആയിട്ടുള്ള കളറാണ് ഡാഷ്ബോർഡിൽ കൊടുത്തിട്ട്, താഴെ ഒരു ബീജ് കളറും മേലെ ഒരു ബ്ലാക്ക് കളറും, അതിൻ്റെ തൊട്ട് താഴെ നടുവിലായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷ് എല്ലാം കൂടെ വരുന്നൊരു നല്ലൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളും ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിവിടെ റിയർ IR കാണാം. ഇവിടെ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. പിന്നെ ഇത് ലാമ്പിൻ്റെ സെക്ഷനാണ്. പിന്നെ MX3 നമുക്ക് MS3 Proയിലൊക്കെ നമുക്ക് സൺറൂഫ് അവൈലബിൾ ആണ്. അതിൻ്റെ ആ ഒരു ഭാഗങ്ങളാണ്. ഇതിപ്പോൾ ഈ ഒരു ലെവലിലാണ് പോയിട്ടുണ്ടാവുക. ഇത് ജസ്റ്റ് ഒന്നും കൂടെ പ്രസ് ചെയ്യുന്ന ടൈമിന് ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോകും. ഇനിയിപ്പോൾ ക്ലോസ് ചെയ്യുന്ന ടൈമിന് ജസ്റ്റ് ഒരു 1 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. പിന്നെ ഈ ഒരു ഭാഗമുണ്ട്, ഇത് നമുക്ക് മാനുവലി നമ്മൾ ക്ലോസ് ചെയ്യണം. അങ്ങനെയാണ് ആ ഒരു സൺറൂഫിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ വോയിസ് കമാൻഡിങ്ങിൻ്റെ മൈക്രോഫോണിൻ്റെ ഭാഗവും കാര്യമാണ്. ഇനിയിപ്പോൾ വാനിറ്റി മിററിലേക്ക് വരുന്ന ടൈമിന് നമുക്ക് ലെഫ്റ്റ് കോ ഡ്രൈവറിൻ്റെ ഭാഗത്ത് വാനിറ്റി മിറർ കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഡ്രൈവറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ടൈമിന് നമുക്ക് വാനിറ്റി മിററില്ല, ജസ്റ്റ് ഒരു സൺഷെയ്ഡ് മാത്രമാണ് വരുന്നുള്ളൂ. ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ORVM അഡ്ജസ്റ്റിങ്ങിൻ്റെ റിയർ ORVM അഡ്ജസ്റ്റിങ്ങിൻ്റെ നോബാണ്. ഇവിടെ ഓട്ടോ ഡൗൺ വിൻഡോൻ്റെ ഭാഗവും ഇവിടെയൊക്കെ വിൻഡോ അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് നമ്മളെ ഡോർ ഓപ്പണിങ്ങിൻ്റെ ഹാൻഡിലിൻ്റെ ഭാഗമാണ്. ഡോറ് തുറക്കുന്ന ടൈമിന് നമുക്കിവിടെ 2 ബോട്ടിൽ ഹോൾഡറും
അതേപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ റിയർ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മൾ ഡോർ ഓപ്പണിംഗ് കാണാനുള്ള റിഫ്ലക്ടറും കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. സേഫ്റ്റീൻ്റെ ഭാഗമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ വരുന്നത്. റിയർ സെക്ഷനിലെ സ്പേസ് നോക്കാം. ഞാൻ നേരത്തെ വണ്ടിയിലിരുന്ന ടൈമിന് ഇട്ട സീറ്റിൻ്റെ ആ ഒരു പൊസിഷനാണ്. ഞാൻ 183 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് റിയർ സൈഡിൽ ഇരിക്കുമ്പോൾ മുട്ടൊന്നും തട്ടുന്നില്ല. വളരെ ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. 2600 വീൽ ബേസ് ഉള്ള വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നർ സ്പേസ് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റിയർ സൈഡിൽ നമുക്ക് ഇവിടെ റിയർ AC വെൻസും അതേപോലെ തന്നെ ഇവിടെ ഒരു C ടൈപ്പ് ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. മൊബൈൽ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോയിൻ്റ് വരുന്നുണ്ട്. അത്രയാണ് റിയർ സൈഡിലുള്ളത്. പിന്നെ നമുക്ക് 2 ഹെഡും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. നമുക്കിവിടെ ഹാൻഡ് റെസ്റ്റിൻ്റെ സ്പേസ് ഇല്ല, പക്ഷേ 3 പേർക്ക് സുഖമായിട്ടിരിക്കാനുള്ള അത്രയും സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു റൂഫ് ലാമ്പ് ഉണ്ട്. ഇവിടെ ഹാൻഡിലുണ്ട്, 2 ഭാഗത്തും ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് ഫിനിഷാണ് മുകളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വാഹനം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഇതിപ്പോൾ നമുക്ക് പെട്രോൾ മാനുവൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള വേരിയൻ്റ് വാഹനമാണ്. അതായത് ഈ ഒരു വാഹനം 3 രീതിയിലാണ് വരുന്നത്. അതായത് ഒന്ന് 1.2 ലിറ്റർ DCMP-F5 എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ്. അതായത് ടെർബോ ചാർജഡ് മൾട്ടി പോയിൻറ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന് പറയും. ആ ഒരു എഞ്ചിനിൽ നമുക്ക് 110 PS 200 Nm ടോർക്ക് ലഭിക്കുന്ന ഒരു എഞ്ചിൻ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് മേലെ 1.2 ലിറ്ററാണ് അതും നെക്സ്റ്റും വരുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ടെർബോ ചാർജഡ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ് ആ ഒരു എഞ്ചിനിൽ വരുന്നത്. അതിൽ നമുക്ക് 130 PS 230 മുതൽ 250 വരെ ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു എഞ്ചിനാണ്. അത് നമുക്ക് കുറച്ചുകൂടെ ഹൈ പെർഫോമൻസ് റേറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 1.2 ലിറ്റർ നമുക്ക് ഓട്ടോമാറ്റിക്കും അതേപോലെ തന്നെ മാനുവലും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ TGD എന്ന് പറയുന്ന വേരിയൻറ്റിലും നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. അത് ടോർക്ക് കൺവേർട്ടറാണ് ജസ്റ്റൊക്കെ വരുന്നത്. ഇനിയുള്ളത് മറ്റേത് ഡീസലാണ്. ഡീസലിലേക്ക് വരുന്ന ടൈമിന് 1.5 ലിറ്ററാണ് നമ്മളെ എഞ്ചിൻ വരുന്നത്. 1.5 ലിറ്ററിൽ 116 PS 300 Nm ടോർക്കുള്ള എഞ്ചിനാണ്. അപ്പോൾ അതിലും നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു 3 എഞ്ചിൻ സ്പെക്ക് വരുന്നത്. 3ലും നമുക്ക് 3 രീതിയിലുള്ള മൈലേജും കാര്യങ്ങളൊക്കെയാണ്. പെട്രോൾ വരുമ്പോൾ 19 km/ലിറ്ററും ഡീസൽ 21 km/ലിറ്ററും എയർ സർട്ടിഫൈഡ് മൈലേജ് നമുക്ക് ബേസ് മുതൽ ഫുൾ ഓപ്ഷനിൽ വരെ വാഹനത്തിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമിന് ഒരു 6 സ്പീഡ് ഗിയർ സിസ്റ്റം ആണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ നല്ല ഇനീഷ്യൽ നല്ല പുള്ളിങ് കിട്ടുന്നുണ്ട്. സെക്കൻഡും തേർഡും ഫോർത്തിലേക്ക് പോകുന്ന ടൈമിനും കുഴപ്പമില്ല, നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് പോകുന്ന ടൈമിൽ ഇപ്പോൾ നെക്സോൺ, സോണറ്റ്, വെന്യൂ അതൊക്കെയാണ് ബ്രസ്സൊക്കെയാണ് നമുക്കൊരു മെയിൻ കോമ്പറ്റീഷൻ ലെവൽ വാഹനങ്ങൾ. അപ്പോൾ ഈ ഒരു 3XO മഹീന്ദ്ര ഈ ഒരു പുതിയ വണ്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ബേസ് വേരിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് ആ പ്രൈസിനുള്ളൊരു ലെവൽ വാഹനം എടുക്കുന്ന ടൈമിന് അതിനേക്കാൾ കൂടുതൽ ഫീച്ചറും കൂടുതൽ വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ. പ്രൈസും കുറവാണ്. അതാണ് 3XO എന്ന് പറയുന്ന വാഹനത്തിനെ മറ്റുള്ള വേരിയൻ്റ് വാഹനമായിട്ട് വേറിട്ട് നിർത്തുന്ന ഒരു പ്രധാന കാര്യം. പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ടൈമിന് നല്ല പെർഫോമൻസ് ആണ് വണ്ടി കിട്ടുന്നത്. ഇപ്പം നമുക്ക് 4th ഗിയർ 5th 6th പോകുന്ന ടൈമിന് നമുക്ക് റോഡ് മുന്നിൽ നമുക്ക് കോൺഫിഡൻസ് കുറയുന്ന ഒരു കാര്യമേ വരുന്നില്ല. ഹൈ കോൺഫിഡൻസ് ലെവൽ, അതായത് ഓൾ വീൽ ഡിസ്ക് ബ്രേക്കാണ്, ESP സ്യൂട്ട് അവൈലബിൾ ആണ്, 6 എയർ ബാഗ് ഉണ്ട്. നോർമലി 5 സ്റ്റാർ റേറ്റിംഗ് സേഫ്റ്റി കിട്ടിയ ഒരു വാഹനത്തിന് ഇത്രയും സ്പെക്കും കൂടെ കിട്ടുന്ന ടൈമിന് നമുക്ക് കോൺഫിഡൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമായിട്ട് മാറും. MX3 Proയിൽ വരുന്ന എൻജിൻ ട്രാൻസ്മിഷനും ഓൺ റോഡ് പ്രൈസും നോക്കാം. ഒന്ന് പെട്രോൾ മാനുവൽ 11,78,000 വരും ഓൺ റോഡ്. മറ്റേത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് 13,87,000. ഡീസൽ മാനുവൽ വരുമ്പം 13,75,000 രൂപയായിരിക്കും നമുക്ക് ഓൺ റോഡ് പ്രൈസ് ലഭിക്കുക. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസിന് ഞാനൊരു എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ, മഹീന്ദ്രയിൽ വർക്ക് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.